ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് മണ്ണാർക്കാട് കാഞ്ഞിരത്തുള്ള UK ഫിറ്റ്നസ് സെൻ്ററിലാണ്. നമുക്ക് ഇവിടെയുള്ള ട്രെയിനറും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറുമായിട്ടുള്ള ഉദയകുമാർ സാർ നമുക്ക് ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. നമസ്കാരം സാർ. ഒരു ജിം ട്രെയിനർ ആവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ സാറിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്തായിരുന്നു എന്ന് പറയാമോ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ദുബൈയിലായിരുന്നു. ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജിമ്മിൽ വെറുതെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി. അവിടുത്തെ ഒരു ട്രെയിനർ പുള്ളി ആണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ബോഡി സ്ട്രക്ചർ നല്ലതാണ്, നമുക്ക് എന്തുകൊണ്ടൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തുകൂടാ, കോമ്പറ്റീഷൻ ഇറങ്ങിക്കൂടാ എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ ദുബായ് മസിൽ ഷോയ്ക്ക് കോമ്പറ്റീഷൻ ഇറങ്ങി, അതിൽ ടോപ്പ് 10 വന്നു. പിന്നെ ദുബായ് ബീച്ച് മസിൽസിന് ഇറങ്ങി, അതിൽ തേർഡ് പ്ലേസ് വന്നു. അങ്ങനെ തുടങ്ങിയതാണ് എൻ്റെ ഈ ജിമ്മുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരുപാട് നാഷണൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രധാന കാരണം ഞാനിതിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ശരിക്കും പറഞ്ഞ പോലെ വെള്ളമടി, നല്ലൊരു മദ്യപാനിയായിരുന്നു, സിഗരറ്റും വലിക്കുമായിരുന്നു നന്നായിട്ട്. അത് ഏകദേശം 6 വർഷമായിട്ട് മദ്യപാനം നിർത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മ് തുടങ്ങിയത്, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ദൈവം സഹായിച്ച് ഇപ്പോൾ നാട്ടിൽ വന്നു, ഇവിടെ ചെറിയ ജിമ്മിട്ടിട്ട് ഇവിടെ കഴിയുക. മദ്യപിക്കുന്നവർക്കും സിഗരറ്റ് വലിക്കുന്നവർക്കൊക്കെ നമുക്കിതൊരു മോട്ടിവേഷൻ ആണല്ലോ, അവർക്കും ഇതുപോലെയൊക്കെ ആർക്കും ആകാം എന്നുള്ളതാണ്. അത് മദ്യപിക്കുന്നവരോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവർ മദ്യപാനം നിർത്താൻ പറ്റില്ല, സിഗരറ്റ് വലി നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതാണ്. അത് അവർ അതിൻ്റെ അകത്ത് ഒളിച്ചോടാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. അതായത് മറ്റവരെ പറഞ്ഞ് ഇപ്പോൾ ഭാര്യയോട് പറയുകയാണെങ്കിലും ആ ഭാര്യയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പറയുന്ന ആ ഒരു കാര്യമാണത്. അല്ലെങ്കിൽ നിർത്തണമെങ്കിൽ നിർത്താം. നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് മദ്യപാനിക്ക് എനിക്ക് നിർത്താമെന്നുണ്ടെങ്കിൽ ഏത് മദ്യപാനിക്ക് നിർത്താമെന്നുള്ളത് പറയാം. നല്ല മോട്ടിവേഷനാണ്. മദ്യപാനികളും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ നമ്മളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കും തിരിച്ച് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് വരാന്നുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാന്നുള്ളത്, നമ്മൾ ഹെൽത്തിന് അടിമയാവുക, മദ്യപാനത്തിനും സിഗരറ്റ് വലിക്കും അല്ലാണ്ട് എന്തിനാണോ നിങ്ങളുടെ ശരീരത്തിനെ അച്ഛനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിനെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരീരത്തിനെ കൃത്യമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് പറ്റും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അസുഖമായി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സമയം കിട്ടും? ഇല്ല. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ സ്വയം ഫിറ്റാവും, ഫാമിലി ഫിറ്റാവും, സമൂഹം ഫിറ്റാവും, നല്ലൊരു തലമുറ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്കൂൾ വെക്കേഷനിൽ തന്നെ ഇവിടെ കുട്ടികളെ വളരെ ഫീസ് കുറച്ചിട്ടാണ് കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം അവരെ 2 മാസം കൊണ്ട് മാക്സിമം കുട്ടികളെ ശാരീരികമായുള്ള ഹെൽത്ത് സംബന്ധമായിട്ട് അവരെ അടിമകളാക്കാൻ, ഫിറ്റ്നസ്സിൽ അഡിക്ഷൻ ആക്കേണ്ടതാണ്. അതിൽ അഡിക്റ്റഡ് ആക്കേണ്ടത് കഞ്ചാവിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിലോ അല്ല, ഫിറ്റ്നസ് ഹെൽത്തിലേക്കാണ്. അതിൽ ഇപ്പോൾ ഏകദേശം ഒരു 70 കുട്ടികളോളം അവിടെ വരുന്നുണ്ട്. ആ 70 കുട്ടികളുടെ ഒരു 50 കുട്ടികളെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ സമൂഹത്തിന് നല്ലതല്ലേ. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 11 സ്റ്റേജ് ഞാൻ കോമ്പറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 9 സ്റ്റേജും സമ്മാനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. അതൊക്കെയാണ് വിളിക്കുന്നത്. ഇതിൽ മിസ്റ്റർ യൂണിവേഴ്സ് ഉണ്ട്, ലാസ്റ്റ് ഇയറിൽ ബോംബെയിൽ വെച്ച് നടന്നതാണ്. പിന്നെ മിസ്റ്റർ കേരള ഉണ്ട്, പിന്നെ UAE ഉണ്ട്. ഫസ്റ്റ് കിട്ടിയത് വലിയ ബുദ്ധിമുട്ടാണ് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം അത് 2021 കിട്ടുന്നത്. 2021 ഫസ്റ്റ് കിട്ടിയത് ആണോ ഐഡിയ ഇല്ല, അത് ഏതാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് ഗൾഫ് ക്ലാസിക്. ഇത്
2021 വന്നതാണ് ഗൾഫ് ക്ലാസിക്. ഇത് 2024 വന്നതാണ്. ഇത് 23 ഇതിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് യൂണിവേഴ്സ്. മിസ്റ്റർ യൂണിവേഴ്സ് ലാസ്റ്റ് ഇയറിൽ ബോംബെയിൽ വെച്ച് നടന്നതാണ്. അന്ന് ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം ഈ ഗെയിമിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇതാണ് നല്ല രീതിയിൽ ഇറങ്ങി കോമ്പറ്റേറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊരു. പിന്നെ ഇത് ഓപ്പൺ കേരള 2024 നടന്നതാണ്. ഓപ്പൺ കേരള അടിച്ചതാണ്. പിന്നെ പാലക്കാട് ടൈറ്റിൽ വിന്നറാണ് മാസ്റ്റേഴ്സിൽ. 57 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുള്ളൊരു ഡൗട്ടാണ്, ഈ എക്സ്പെൻസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് വഹിക്കണോ അതോ ഗവൺമെൻറ് സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്നുള്ളൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് ഇതിനുണ്ടാവും? ഇല്ല, ഗവൺമെൻറ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആർക്കും അങ്ങനെ കൂടുതൽ സപ്പോർട്ടായിട്ടൊന്നും ഇല്ല. പിന്നെ സ്പോൺസേഴ്സിനെ കിട്ടിയാൽ അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. തുടക്കക്കാർക്കൊന്നും ഒരിക്കലും സ്പോൺസർ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അത് നല്ല ബോഡി ബിൽഡേഴ്സൊക്കെയാണ് ഒരു മിസ്റ്റർ ഇന്ത്യ ആ ലെവലിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു പാഷനായിട്ടുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതായത് ഇപ്പോൾ ഒരു മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു മത്സരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ചുരുങ്ങിയതൊരു ഫുഡും അതിൻ്റെ സപ്ലിമെൻസും വൈറ്റമിൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ, വർക്കൗട്ടും അതിൻ്റെ ട്രെയിനിങ് എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഒരു മാസം ചുരുങ്ങിയതൊരു 40 മുതൽ 45,000 രൂപ ചിലവ് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു 8 മാസം 9 മാസം ഏകദേശം 10 മാസത്തോളം ആ പൈസ ചിലവായി കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ അവിടുന്ന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ തന്നെ കിട്ടുന്ന ഏറി വന്നാൽ 1 ലക്ഷം രൂപ കിട്ടും. നമുക്ക് 5.5 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. പക്ഷെ അത് ആരും ഇത് നോക്കാറില്ല. ഇതൊരു പാഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ലഹരി ഒന്ന് വേറെയാണ്. ഇത് വേറെ ലെവലിലാണ് ലഹരി. അതായത് ഇത് റോണി കോൾമാനാണ്. ഇവരാണ് എനിക്ക് സർട്ടിഫിക്കേഷൻ തന്നത്. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞത്. റോണി കോൾമാനും റോണി വിൻഗ്ലറും ഉണ്ടായിരുന്നു അന്ന്. റോണി കോൾമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോഡി ബിൽഡേഴ്സിലൊരാളാണ്. 8 പ്രാവശ്യം മിസ്റ്റർ ഒളിമ്പ്യ ആയിരുന്നു. ഇപ്പോൾ ചെറിയ എന്തോ സർജറിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരന് വയ്യാത്തൊരു സ്റ്റേജിലാണ്. പിന്നെ ഇത് അനട്ടോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗറാണ്, റഷ്യൻ വ്ളോഗറാണ്, നാച്ചുറൽ ബോഡി ബിൽഡറാണ്. അയാൾ മില്യൺസ് വ്യൂവേഴ്സുള്ള ഒരു ആണ്. ദുബൈയിൽ വന്നപ്പോൾ അങ്ങനെ എടുത്താണത്. പിന്നെ ഈ ജിമ്മ് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഏകദേശം 150ഓളം മെമ്പേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. പല രീതിയിൽ ഇഞ്ചുറി ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഷോൾഡർ പെയിനായിട്ടും മുട്ട് പെയിനായിട്ടും നടുവേദനയായിട്ടും കയ്യിൻ്റെ ജോയിൻറ്റുകൾ പെയിനായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് നോക്കാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ്. ഡോക്ടർ പറയുന്നവരെ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നൊരു, ഡോക്ടർ എപ്പോൾ വർക്കൗട്ട് ചെയ്യാമെന്ന് പറയുന്നു അന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്വഭാവത്തിലാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതല്ല വേണ്ടത്. വർക്കൗട്ട് ആഫ്റ്റർ 40 മസ്റ്റായിട്ടും ലേഡി ആണെങ്കിലും മെന്നാണെങ്കിലും ശരീരം 40 വയസ്സ് വരെ നമുക്ക് ചോരത്തിളപ്പുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വർക്കൗട്ടൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 40 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. പുതിയതായിട്ട് ജിമ്മിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യണ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ട്? ഇപ്പോൾ ജിമ്മിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ ജിമ്മിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യ ശരീരത്തിന് എങ്ങനെയൊക്കെ മാറ്റണോ അത് ജിമ്മിലൊരു നല്ല ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ, ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ ഏത് രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ബോഡിയെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലർക്ക് ബോഡി ബിൽഡിങ് ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് ഫിറ്റ് ആവാനായിരിക്കും താല്പര്യം, ചിലർക്ക് സ്ലിം ആവാനായിരിക്കും, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കും. അത് എന്താണോ നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് പറയണം. ഒരു വർഷം കൊണ്ട്
എനിക്ക് 15 കിലോ കുറച്ച് ഫിറ്റ് ആവണം, അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്കൊരു കോമ്പറ്റീഷൻ ഇറങ്ങണം, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഇറങ്ങണം. അത് ബോഡി ബിൽഡിങ്ങിൽ ഇറങ്ങണം, അല്ലെങ്കിൽ മെൻസ് ഫിസിക്കിൽ ഇറങ്ങണം എന്നുള്ള ആ ഒരു ഗോൾ ഉണ്ടാവണം. അല്ലെങ്കിൽ വേറൊരാൾ വരുന്നവർ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് സ്റ്റാമിനയാണ്. 10 സ്റ്റെപ്പ് കയറുമ്പോഴത്തേനും കിതച്ച് എനിക്കൊന്നിനും വയ്യാതാവുകയാണ്, എനിക്കത് പറ്റില്ല, എനിക്ക് സ്റ്റാമിന വേണം. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് വർക്കൗട്ടുകളാണ്. ഫുഡിൻ്റെയും മെനു മാറും. അപ്പോൾ ആദ്യം ജിമ്മിൽ വരുന്ന ആൾ തീരുമാനം എടുക്കണം എന്താണ് വേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ച് ലേഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നടുവേദന, ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യൽ. അപ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് ബോഡി ഫിറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരും കാർഡിയോ വർക്കൗട്ട് മാത്രം ചെയ്ത് ബോഡി വെയിറ്റ് കുറയ്ക്കരുത്. കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ വെയിറ്റ് ട്രെയിനിങ് കൂടി ചെയ്ത് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങിന് പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ നോർമലി പറയാറുണ്ട് വീട്ടിൽ ഇഷ്ടംപോലെ പണികളുണ്ടല്ലോ, ഫിസിക്കലി നിറയെ ഇഷ്ടംപോലെ പണികളുണ്ടാവും, ജിമ്മിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് അതിപ്പോൾ എല്ലാവരും പറയുന്നതാണ്. ഇപ്പോൾ പറമ്പിൽ പോയി കളച്ചാൽ പോലെ ജിമ്മിൽ പോകേണ്ട കാര്യമുണ്ടോന്ന്. ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന സ്ത്രീയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞേ ഉള്ളൂ, സാറേ ഞാൻ ജോലി സ്ഥലത്ത് കിടന്ന് ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്, നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ ഈ വക പ്രശ്നങ്ങൾ മേലുവേദന എനിക്ക് ഉണ്ടാവാറില്ല. ഇവിടെ വന്ന് അരമണിക്കൂർ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേനും മേലുവേദന തുടങ്ങി. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഓരോ പാർട്സും ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് തരുന്നത്. നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ പണി എടുക്കുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ മസിൽ ആ ഭാഗത്ത് നിങ്ങൾ കൊച്ചിനെ ഉറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടിൽ പിടിച്ച് ഇങ്ങനെ ആട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ ജോയിൻറ്റ് മാത്രമാണ് മൂവ്മെൻ്റ് ആവുന്നത്. നിങ്ങളുടെ മസിൽസുകളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ ലോഡ് വരുന്നില്ല. അതേ സമയത്ത് ഇവിടെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ഈ കൈക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മൊത്തം പാർട്സിനാണ് ഞങ്ങൾ വർക്കൗട്ട് തരുന്നത്. അപ്പോൾ വീട്ടിലത്തെ പണികളും ഇപ്പോൾ പറമ്പിൽ കിടക്കുന്ന ആൾ തന്നെയാണെങ്കിൽ, തൂമ്പ എടുത്ത് കിടക്കുന്ന ആൾ തന്നെയാണെങ്കിലും അയാൾ നേരം വെളുക്കുമ്പോൾ വൈകുന്നേരം വരെ തൂമ്പ എടുത്ത് കിടച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു പാർട്സ് വർക്കൗട്ട് ആവുന്നുള്ളൂ. അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വർക്കൗട്ട് ആകുന്ന കാരണം ആ മസിലുകൾ ലീൻ ആവുക എന്നുള്ളതും മസിൽ ലോസുമാണ് ഉണ്ടാകുന്നത്. അയാൾക്ക് സ്റ്റാമിന കൂടും, ഷേപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഒരു റസലിങ്ങിന് പോയിരുന്നതാണ്, യൂണിവേഴ്സൽ ലെവലിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ റസലിങ്ങിന് പോയിരുന്നൊരു ആൺകുട്ടിയുണ്ട് ഇവിടെ. അവനെ റസലിങ്ങിന് പോയിടത്തുനിന്ന് അവന് ട്രെയിനിങ് കൊടുത്തിട്ട് അവന് മൊത്തം അവൻ്റെ ബോഡിയിൽ ഈ സൈഡ് മൊത്തം ഷാഗ് ചെയ്ത് കിടക്കുകയാണ്. തൊലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അവൻ്റെ ബ്രസ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പെങ്കൊച്ചുങ്ങളുടെ ബ്രസ്റ്റ് പോലെ തൂങ്ങിക്കിടക്കണം എൻ്റെ ബ്രസ്റ്റ്. അപ്പോൾ അവനോട് ചോദിച്ചു പോകാൻ പറഞ്ഞു, സാറേ തടി ഉണ്ടായിരുന്നു, പിന്നെ റസലിങ്ങിന് പോകുമായിരുന്നു, റസലിങ്ങിന് പോയ ആ ട്രെയിനിങ്ങിലാണ് എനിക്കിത് പറ്റിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൃത്യതയില്ലാത്ത രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തൊരു പെങ്കൊച്ചു പറഞ്ഞു എന്നോട്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങി, അയാളെനിക്ക് ഫുഡിൻ്റെ മെനു തന്നു, ആ ഫുഡ് ഫോളോ ചെയ്തു, എൻ്റെ ബോഡി അൺബാലൻസായി, ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ അത് കൃത്യതയില്ലാത്ത രീതിയിലുള്ള ഫുഡ് ഡയറ്റ് പ്ലാൻ അത് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരിക, അറിയുന്ന ഒരാൾ നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ശരി ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തൊക്കെ വേണം, അത് മുഴുവനും ബാലൻസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരുന്നത്. എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾക്കും എനിക്കും ഒരു ഡയറ്റ് പ്ലാൻ അല്ല എന്നതാണ് സത്യം. കാരണം നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കലോറി ഡിഫറെൻ്റ് ആയിരിക്കും, അതിനുള്ള പ്രോട്ടീൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിനുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡയറ്റ് പ്ലാന് ഈ ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഡയറ്റ് പ്ലാനുകൾ ഒന്നും ഈ ബ്ലോഗേഴ്സ് പറയുന്നതോ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതോ കേട്ട് വാങ്ങി കഴിക്കാതിരിക്കുക. ഓൺലൈനിൽ കാണുന്ന ഡയറ്റ് പ്ലാനുകൾ ഒരിക്കലും നോക്കി കഴിക്കാതിരിക്കുക. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതും പറഞ്ഞുണ്ടാക്കി തരും. ഒരു 10 ദിവസം കൊണ്ട് 15 കിലോ കുറച്ച് തരാമെന്നൊക്കെ പറയും. 10 ദിവസം കൊണ്ട് 15 കിലോ കുറയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. 10 ദിവസം കൊണ്ട് 15 കിലോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത്. 10 ദിവസം കൊണ്ട് 15 കിലോ കുറയ്ക്കാം. 10 ദിവസം കൊണ്ട് 15 കിലോ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എവിടെയൊക്കെ തൂങ്ങുന്നുള്ള കാര്യം, നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എന്തൊക്കെ അൺബാലൻസ് ആവുന്നുള്ള കാര്യം, അത് ഈ 10 കിലോ കൊണ്ട് 10 ദിവസം കൊണ്ട് 15 കിലോ കുറച്ച് തരുന്ന ആളോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. അവർ പോസിറ്റീവേ പറയുള്ളൂ, പക്ഷെ അവർക്ക് റീച്ച് കൂടണം. ഇന്നിപ്പോൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ
ഇഷ്ടംപോലെ കാണാം. ഒരിക്കലും അതിൻ്റെ പുറകെ പോയിട്ട് വർക്കൗട്ട് ചെയ്തോ. നിങ്ങൾ വർക്കൗട്ട് ഇപ്പോൾ ഒരാൾ ഒരു പൊട്ടം പറയുകയാണ് ഇന്ന വർക്കൗട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്തോ, കൂടുതൽ കുഴപ്പമില്ല. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും അതേപോലെ പ്രോട്ടീൻ പൗഡറുകൾ, സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കൊഴിക്കുന്ന കാര്യത്തിൽ ഇതൊന്നും ഈ ഓൺലൈനിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പുറകെ പോകരുത്. പിന്നെ ലേഡീസ് ആകുമ്പോഴും നമ്മുടെ ഫുഡിൻ്റെ മെനു എന്നോ മാറ്റേണ്ട കാലം കഴിഞ്ഞു. നമ്മളിപ്പോൾ ആ ട്രഡീഷണലായിട്ട് കുറേ ചോറ് കഴിക്കുക, കുറേ സാമ്പാർ കഴിക്കുക, വയറ് നിറച്ച് ഫുഡ് കഴിക്കുക, അത് മാറ്റിയിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കുക. ഇതേ കോസ്റ്റ് തന്നെ ആവുള്ളൂ. കോസ്റ്റിൽ വളരെ കുറച്ച് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് തന്നെ പ്രോട്ടീനും ഹെൽത്തി ഫുഡുമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സർ നമ്മൾ രാവിലെയൊക്കെ നോർമലായിട്ട് ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ കഴിക്കും, ഉച്ചയ്ക്ക് ചോറ്. അത് തന്നെ ഇഡ്ഡലിയും ദോശയും കഴിക്കാം. ഇഡ്ഡലിയും ദോശയും കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഇഡ്ഡലിയൊക്കെ ശരാശരി മനുഷ്യന് 3 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതേ സമയത്ത് ആ ഇരുന്ന് ഇരിപ്പിൽ 10 എണ്ണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ ചായ പഞ്ചസാരയായിട്ടുള്ള ചായയും പിടിക്കും മതി. നിങ്ങൾക്കൊരു ദിവസത്തേക്കുള്ള കലോറി ആ ചായ തന്നെ ആയി, 2 സ്പൂൺ പഞ്ചസാരയിലുമായി. അങ്ങനെയുള്ള 10 എണ്ണം കഴിച്ച് കഴിയുമ്പോഴത്തേനും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബോഡിയിലോട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞു നിങ്ങൾ. അത് പിന്നെ ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്യാന്നല്ലാണ്ട് വേറൊരു ഇതുമില്ല. 10 ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർന്നു, നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ കഴിക്കുന്ന ഫുഡ് കുറച്ച് കഴിക്കുക, എന്തും കഴിക്കുക അല്ലേ? എന്തും കഴിക്കാം, എന്ത് ഫുഡും കഴിക്കാം. അത് ലിമിറ്റിൽ കഴിക്കുക, അത് പോർഷൻ കൂട്ടി കഴിക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുള്ളത് തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പ്ലേറ്റ് ചോറ് എന്ന് പറയുമ്പോൾ ഒരു 400-500 ഗ്രാം ചോറ്, 500 ഗ്രാം ചോറ്, അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പേരി, അതിൻ്റെ ഒപ്പം ഒരു പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ ഹൈ കലോറിയാണ്. 1-2 പപ്പടം ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാധനമാണ്. കുറച്ച് പപ്പടം, പിന്നെ സാമ്പാർ, അങ്ങനെ 3-4 കൂട്ടം കറികളും ചോറും കൂടി കഴിക്കും. ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 1 കിലോയുടെ അടുത്ത് ഫുഡ് നിങ്ങൾ ആ ഒരു നേരം കഴിക്കുന്നുണ്ട്. ആ 1 കിലോ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഈ ഫുഡ് മുഴുവനും നിങ്ങളുടെ ബോഡി കൺസ്യൂം ചെയ്യുന്നില്ല. നിങ്ങളുടെ ബോഡി കൺസ്യൂം ചെയ്യുന്നത് ഏകദേശം 100-150 ഗ്രാം ഫുഡാണ് കൺസ്യൂം ചെയ്യുക. ആ 150 ഗ്രാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവനും വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾ രാവിലെ കക്കൂസിൽ പോകുന്നു, ഇത് വെറുതെ ഒരു മീഡിയ വഴി ത്രൂ ഇത് കക്കൂസിലേക്ക് കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഒരു മീഡിയ ത്രൂ കക്കൂസിൽ കളയുന്നു. ഇതാണ് ഇത് നടക്കുന്നത്. അതേ സമയത്ത് ഈ 1 കിലോ തന്നെ നിങ്ങൾ 2 മണിക്കൂർ ഇടവിട്ട് 150-100 ഗ്രാം വെച്ച് കഴിച്ചു നോക്കി. അത് നിങ്ങളുടെ ബോഡി എടുക്കും, നിങ്ങളുടെ ബോഡി കൺസ്യൂം ചെയ്യത് 2 മണിക്കൂർ. ഇപ്പോൾ ഒരു 200 ഗ്രാം ആഹാരം കഴിച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശക്കും. നിങ്ങൾ മസ്റ്റായിട്ട് അടുത്ത ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടവയറുണ്ടാവില്ല, നിങ്ങൾക്ക് ഫാറ്റ് ഉണ്ടാവില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മുടെ സംസ്കാരമല്ല. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കണം, പിന്നെ ഇടവിട്ട് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ ബേക്കറി സാധനങ്ങൾ, ജങ്ക് ഫുഡുകൾ കഴിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഒഴിവാക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ 1.5 മാസമായിട്ടുള്ള ഇവിടെ ഈ ജിമ്മ് തുടങ്ങിയിട്ട് ഈ 1.5 മാസത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ വരുന്നവരിൽ 95% ആൾക്കാർക്കും ആരോഗ്യമില്ല എന്ന് പറഞ്ഞാൽ 0 ആണ്. ചെറുപ്പക്കാർ, പിള്ളേരൊക്കെ 0 ആണ്. ലേഡീസും അതേപോലെയാണ്. 99% ലേഡീസും ആരോഗ്യമില്ല. അപ്പോൾ ഹെൽത്ത് കെയർ നല്ല രീതിയിൽ നടത്തിയില്ലെങ്കിൽ, അതിന് ഈ ബോധവൽക്കരണം നടത്തിയില്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയി മാറും എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കൈകാലുകൾ പോലും കൃത്യമായ രീതിയിൽ പോയിൻ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയാണ്. ആരോഗ്യമില്ലാതെ അവർ ഹൈറ്റുണ്ട്. ഈ ജങ്ക് ഫുഡ് കഴിച്ച് ഇന്നത്തെ ജനറേഷൻ കണ്ടാൽ അറിയാം, നമ്മുടെയൊക്കെ മക്കൾ നല്ല ഹൈറ്റും തടിയും ഉണ്ടാവും. പക്ഷെ അവരവരുടെ ഈ കൈയൊന്നും എടുത്ത് പൊക്കാൻ, കൃത്യമായിട്ട് കൈയൊന്ന് പൊക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റുന്നില്ല. ആ കൈ ഇങ്ങനെ ഒരു ആരോഗ്യമില്ലാത്ത രീതിയിലാണ് പോണത്, കാരണം ആരോഗ്യമില്ല. അപ്പോൾ അതിനകത്തൊക്കെ മാറണമെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ ഒരു 80% നിങ്ങൾ ആശുപത്രി കൊടുക്കുന്ന പൈസ കൊടുക്കണ്ട. ജിമ്മിൽ വരാതെ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് ഫിറ്റ്നസ് ചെയ്യാം. ഗ്രൗണ്ട് വർക്കൗട്ടുകൾ ഇഷ്ടം പോലെയാണ്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടാക്കിയിട്ട് 2-3 മാസം ജിമ്മിൽ പോവുക. 2-3 മാസം ജിമ്മിൽ പോയിട്ട് ഗ്രൗണ്ട് എക്സസൈസുകൾ പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അത് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യുക. അത് ചെയ്താൽ മതി. കണ്ടിന്യൂസ് നിങ്ങൾ ജിമ്മിൽ പോകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണെങ്കിൽ ജിമ്മിൽ വന്ന് 2-3 മാസം പ്രോപ്പറായിട്ട് ആ എക്സസൈസ് പഠിക്കണം. എങ്ങനെയാണ് ഇൻസ്ട്രക്ടർ പറഞ്ഞു തരുന്നത് അത് പ്രോപ്പറായിട്ട് പഠിക്കുക. കാലെങ്ങനെ വെക്കണം എന്നുള്ളതും, കൈ എങ്ങനെ ചെയ്യണം എന്നുള്ളതും, എങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അത് നിങ്ങൾ വീട്ടിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ ജിമ്മ് എന്നുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ അത് വീട്ടിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ
ഫുഡും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ചെയ്യും കൂടി ചെയ്യുകയാണെങ്കിൽ സുന്ദരമായിട്ട് ബോഡി മടിയില്ലാതെ ചെയ്യണം. ജിമ്മിലാവുമ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ ചെയ്യും. അങ്ങനത്തെ കാര്യമുണ്ട്, മടിയില്ലാണ്ട് ചെയ്യണം. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരുപാട്, ഞാൻ പറഞ്ഞില്ല 90% ആൾക്കാരും ഫിസിക്കലി ഫിറ്റല്ല, സ്റ്റാമിനയില്ല, ആരോഗ്യമില്ല. പിന്നെ ഉള്ളൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂത്ത്, കുറച്ച് ചെറുപ്പക്കാർ അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാതെ അവരുടെ ബോഡിയെ നശിപ്പിച്ചു വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. കാരണം പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നാശമാവും, മസിൽ ലോസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഫിസിക്കൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം ഞാൻ നോക്കുമ്പോൾ അതൊരു മൈനസ് പോയിൻ്റാണ് ഇവിടെ. കാരണം ഈ ഓൺലൈൻ ഇൻഫ്ലുവേഴ്സിനെ കണ്ടിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാനിവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവർ ശരീരം മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കും. അതുപോലെ ചിലർ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതേ വർക്കൗട്ട് ഇവിടെ വന്ന് ഫോളോ ചെയ്യാൻ ഞാനിവിടെ സമ്മതിക്കാറില്ല. ഞാൻ 1-2 പേര് ചെയ്തു, അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനാണെങ്കിൽ നിങ്ങളിവിടെ വരണ്ട. അല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ആളോട് ഞാൻ ചോദിക്കും. എന്നെ പഠിപ്പിച്ച ആൾക്കാരുണ്ടാവില്ല. എനിക്ക് അവരോട് ചോദിക്കാം, ഇന്ന രീതിയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 2-3 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. എത്ര വയസ്സ് മുതൽ നമുക്ക് ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം? അത് നിങ്ങളുടെ മെൻ്റലി സെറ്റിൽഡാണ്. അതായത് ഇപ്പോൾ എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 15 വയസ്സ് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നേ ഉള്ളൂ. അപ്പോൾ 15 വയസ്സായൊരു ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആക്കിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഈ ഫോഴ്സുകളിലേക്ക് ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ പോലീസിലേക്കാണെങ്കിലും, ഫോറസ്റ്റിലേക്കാണെങ്കിലും, ഫയർഫോഴ്സിലേക്കാണെങ്കിലും, ആംഡ് പോലീസിലേക്കാണെങ്കിലും, മിലിറ്ററിയിലേക്കാണെങ്കിൽ, നേവി, എയർഫോഴ്സ്, ഇങ്ങനെയുള്ള ഫോഴ്സുകളിലേക്ക് അവർക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർ ഫിസിക്കൽ ഫിറ്റാണ്. അപ്പോൾ അവർക്കതൊരു പ്ലസ് പോയിൻ്റാണ് അവിടെ. അപ്പോൾ ഒരു 15 വയസ്സ് മുകളിലേക്കുള്ള എല്ലാവർക്കും, ഞാൻ വർക്കൗട്ട് തുടങ്ങുന്നത് എനിക്ക് 53 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ജിമ്മിൽ പോകാൻ തുടങ്ങുന്നത്. ആ 53 വയസ്സുള്ള എനിക്ക് അന്ന് ജിമ്മിൽ പോയിട്ട് എനിക്കിങ്ങനെ ആവാമെന്നുണ്ടെങ്കിൽ ആർക്കും ആവാമെന്നുള്ളതാണ്. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും നമ്മൾ ജിമ്മിൽ പറഞ്ഞയക്കാം. ഫിസിക്കൽ ഫിറ്റ് ആവും. അപ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും ചിലർ ഉയരം കുറവ്, തടി കുറവ്. ഈ ഉയരം കുറഞ്ഞവർ ഫിസിക്കലി അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൈറ്റ് വയ്ക്കും. സോ എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ പാരമ്പര്യമായിട്ട് ഹൈറ്റ് കുറവുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പരിധി വരെ അത് നമുക്ക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ അത് ജനറ്റിക്കലായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതലൊന്നും പറ്റില്ല. അതേപോലെ ഈ പോസ്റ്റേഴ്സ്, ഷോൾഡർ ഇങ്ങനെ കുഞ്ഞി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഷോൾഡർ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. കുട്ടി നല്ല ഫിഗറായിരിക്കും കാണാം, നല്ല രസമുണ്ടായിരിക്കും കാണാം. പക്ഷേ അവൻ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലായിടത്തും അവൻ ഷോൾഡർ കുഞ്ഞിരിക്കാനിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിലർക്ക് ഈ തല വെട്ടിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇങ്ങനൊരു ഇവിടെ വന്നൊരു 2-3 പേർക്കുണ്ടായ കാര്യങ്ങളത്. ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ കാര്യങ്ങൾ മാറിയവരുടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും വർക്കൗട്ടിലൂടെ. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ നമ്മൾ സ്റ്റേജ് ഷോസിനൊക്കെ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും? ഞാനിപ്പോൾ അടുത്ത വർഷം ഇവിടുന്ന് ഒരു 3 പേര് ഇപ്പോൾ റെഡിയാണ്. അവർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എത്ര പ്രായമുള്ള കുട്ടികൾ? അവർ സബ് ജൂനിയേഴ്സും ഉണ്ട്, ജൂനിയേഴ്സും ഉണ്ട്. അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.